വത്സലരേ ദൂരത്തെന്തിനു നിൽക്കുന്നൻ അരികിൽ വരുവിൻ ശ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കടകീർത്തനമെൻ പേർക്കായി പാടിടുവിൻ മൃതിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ എന്റെ വാത്സല്യമുള്ളവരെ, നിങ്ങൾ എന്തിനകലെ നിൽക്കുന്നു? എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നെടുവീർപ്പോടുകൂടെ എന്നെക്കുറിച്ച് വിലപിക്കുകയും ചെയ്യുവീൻ. എന്തെന്നാൽ ഇതാ ഇന്നു മരണം പാതാളത്തിന്റെ വാതിൽക്കൽ വെച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. മരണദൂതൻ എന്റെ പിന്നാലെ വന്നപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി. എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല. തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ, നിന്റെ ദൈവത്വത്തിന്റെ വലത്തുഭാഗത്ത് എന്നെ നിർത്തേണമേ. വത്സലരേ, സത്യം ഭയമാർന്നിടുന്നേ, കഠിന ഭയത്താലെന്നകതാരിളകിടുന്നു. ജഗതീരക്ഷകനാ മശീഹ നൃപനൻ പേൾ വിട്ടതിനാൽ പോകുന്നേ സങ്കടപൂർവം. എന്റെ വാത്സല്യമുള്ളവരെ, യഥാർത്ഥമായും ഞാൻ ഭയപ്പെടുന്നു. വലിയ പീഡ എന്നെ ഭയപ്പെടുത്തി എന്റെ ബോധത്തെ ഇളക്കിമറിക്കുന്നു. എന്തെന്നാൽ സൃഷ്ടികളുടെ രക്ഷകനായ മിശിഹാരാജൻ എന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലുവാൻ ദൂതനെ അയച്ചിരിക്കുന്നു. ഞാനിതാ വിഷാദത്തോടെ ആ സന്നിധിയിലേക്ക് പോകുന്നു. ഭുവന നിവാസികളെ
ലോകവും അതിലെ നിവാസികളുമേ സമാധാനത്തോടെ വസിപ്പീ. എന്തെന്നാൽ താൽക്കാലിക ജീവിതത്തെ ആഗ്രഹിക്കുന്നവന് ലോകം യാതൊരു പ്രയോജനവും നൽകുന്നില്ല. ഇതാ നിന്നിൽ നിന്ന് എന്നെ കൊണ്ടുപോകുന്നു. ഞാൻ പോയി സകല രഹസ്യങ്ങളുടെയും ന്യായാധിപന്റെ മുമ്പാകെ കണക്കു ബോധിപ്പിക്കുവാൻ പോകുന്നു. വൈരൂപ്യം സുമുഖ കേകും മൃതിയേ നീ സ്നേഹിതനോടുമോ ദീപ്പോനെ ഖേദിപ്പിക്കും. വന്നിനി നിൻ ഭരണം നീക്കി ദുഃഖിതരേ സ്വപ്രഭയാൽ മോദിപ്പിക്കും നാഥൻ ധന്യൻ. അല്ലയോ മരണമേ, നീ സുന്ദരന്മാരെ വിരൂപികളാക്കുന്നു. സ്നേഹിതനുമൊത്ത് ഉല്ലസിക്കുന്നവനെ ദുഃഖിപ്പിക്കുന്നു. നിന്റെ അധികാരത്തെ നീക്കിക്കളഞ്ഞ് നീ ദുഃഖിപ്പിച്ചവരെ പ്രകാശത്താൽ സന്തോഷിപ്പിക്കുന്ന വരുവാനിരിക്കുന്ന തമ്പുരാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കാനന പുഷ്പങ്ങൾ അമാനുഷിക കരങ്ങൾ നെയ്ത വസ്ത്രം ധരിക്കുന്നത് പോലെ തന്നെ ആദാമിന്റെ മക്കൾക്കായി പരിശുദ്ധാത്മാവ് നെയ്തിട്ടുള്ള വസ്ത്രം ഉയർപ്പിൽ നീതിമാന്മാർ ധരിക്കുന്നു. കാലമെല്ലാം കഴിയുന്ന നാളിലെന്നെ ചേർക്കണേ നിൻ കൈകളിൽ. നാഥാ ലളിത കൃപ
കൃപയുടെ വർഷമനുദിനമനുഭവിപ്പതിനരുളണേ സഭയാകുമീ പുഷ്പമാം സാധു പൈതലിൽ നിന്റെ പാലനമല്ലാതെ എന്തി പൈതലിൽ നിന്റെ പാലനമല്ലാതെ എന്തി പൈതലിൽ. ആയിരമായിരം കോടി വാനഗോളങ്ങളെ താണ്ടി പോയിടും നിൻ മാർഗമോഹിക്കാവതോ കാണും ഗഗനതലമതു മനുജഗണനയുമതിശയിച്ചുയരും വിധൗ തവ ഭാഗ്യമഹിമയെ വാഴ്ത്താനാവതോ സൗഖ്യം ലേശമെങ്കിലുമുരപ്പാൻ നാവിദോ സൗഖ്യം ലേശമെങ്കിലുമുരപ്പാൻ നാവിദോ. മണവാറയ്ക്കടുത്തു നീയണയും സമയത്തു ശ്രീ മഹാരാജ്ഞിയെ നിന്നെ കാണുവാൻ സ്വർഗകാമിനി ഗണമമിത കുതുകമുടാദരാലരികെ വരും തവ കൈകളെ കാന്തൻ പിടിക്കും മോദവാൻ നിത്യ സ്നേഹഭവനത്തിനുള്ളിൽ പോകുവാൻ നിത്യ സ്നേഹഭവനത്തിനുള്ളിൽ പോകുവാൻ. പരദേശിയായി ഞാൻ പാർക്കും നീഹേ നാഥ എപ്പോഴൻ വീട്ടിൽ ചേരും ആമയം മാറി ആനന്ദമേകും നാളെന്ന് വന്നിടും പരദേശിയായി ഞാൻ പാർക്കും നീഹേ നാഥ എപ്പോഴൻ വീട്ടിൽ ചേരും ആമയം മാറി ആനന്ദമേകും നാളെന്ന് വന്നിടും പരദേശിയായി ഞാൻ പാർക്കും നീഹേ.
തന്നിലെ ജീവിതമോ വെറും പാഴ്മരു യാത്രയത്രേ. കഷ്ടതയും സങ്കടവും മാത്രമതിന്ധനം. കഷ്ടതയും സങ്കടവും മാത്രമതിന്ധനം. പരദേശിയായി ഞാൻ പാർക്കുന്നീഹേ നാഥ, എപ്പോഴൻ വീട്ടിൽ ചേരും. ആമയം മാറി ആനന്ദമേകും നാളെന്നു വന്നിടും. ജീവിതം തന്നിലെ ക്ലേശങ്ങളാൽ മനം തളർന്നിരിക്കുമ്പോൾ, ജീവിതം തന്നിലെ ക്ലേശങ്ങളാൽ മനം തളർന്നിരിക്കുമ്പോൾ, എന്നരികിൽ വന്നോ നിത്യം മാലൊഴിച്ചിടുകേ. എന്നരികിൽ വന്നോ നിത്യം മാലൊഴിച്ചിടുകേ. പരദേശിയായി ഞാൻ പാർക്കുന്നീഹേ നാഥ, എപ്പോഴൻ വീട്ടിൽ ചേരും. ആമയം മാറി ആനന്ദമേകും നാളെന്ന് വന്നിടും. പരദേശിയായി ഞാൻ പാർക്കുന്നീഹേ നാഥ, എപ്പോഴൻ വീട്ടിൽ ചേരും. ആമയം മാറി ആനന്ദമേകും നാളെന്ന് വന്നിടും. പരദേശിയായി ഞാൻ പാർക്കുന്നീഹേ. ലോകമാം ഗംഭീര വാരിധിയിൽ വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട് നിത്യവീടൊന്നുണ്ട് വീടയത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. യാത്ര ചെയ്യും
യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും അന്യശ്വാസം വരെയും ജീവൻ വച്ചിടും അന്യശ്വാസം വരെയും. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി, മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്ക നിൻ ആത്മാവിനാ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും അന്യശ്വാസം വരെയും ജീവൻ വച്ചിടും അന്യശ്വാസം വരെയും. ലോകം ത്യജിച്ചതാം സിദ്ധന്മാരും നിർമ്മലരായ
സകല ജ്യോതിസാം ദൂതന്മാരും രക്തസാക്ഷികളാം സ്നേഹിതരും സ്വാഗതം ചെയ്യും മഹൽ സദസ്സിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി. യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വച്ചിടും രക്ഷകനാം. അന്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാം. അന്യശ്വാസം വരെയും. നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്ക് സ്തോത്രം. വേഗം നിന്നെ കാണാം. യേശുവേ നിനക്ക് സ്തോത്രം. വേഗം നിന്നെ കാണാം. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ ദേവിയിൽ ആരും അകത്തോട്ട് കയറില്ല. ഇപ്പം ഒരു 5 മിനിറ്റ് ആരും കയറില്ലേ? ആരും കയറില്ല പ്ലീസ്.
5 minutes. അല്ലാത്തവർ ഇപ്പൊ കേറണ്ട. പുറത്തോട്ട് വയ്ക്കാമേ പ്ലീസ്. പുറത്തേക്ക് വയ്ക്കും, അകത്തോട്ട് വരാം. എടുക്കരുത്. റെക്കോർഡ് ചെയ്യുന്നതാണ്. അതെ ജീവാസുരമതുണർത്തണമേ ഉയരത്തിൽ ജീവൻ പ്രേരാമേവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നവരവരുയരോടെഴുന്നേറ്റു ഉയരവും നിന്നെ സ്തുതി ചെയ്തിടുന്നു. എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തപാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനവിടാ ഞാനെന്നുമായി ജീവിക്കുവാൻ എന്നെത്തേക്ക് ഭരിച്ചത് ഞാനെന്നും അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന് ദിവസത്തിൽ നിന്ന് സൃഷ്ടിയെ പുത്തനാക്കി അനുകൂലമാക്കണമേ. ആശ്രയത്തെ കുറിച്ച് മരിച്ചവരായി നോക്കിപ്പാർക്കുള്ള മനുഷ്യരെ ആശ്രയിക്കണമേ. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ പടിയവരെ പാർപ്പിക്കണമേ. ഒന്നവരും മരിച്ചവരെ വാക്കുന്നവരുമായിട്ട് പെട്ടവരാകുന്നു. ശരീരങ്ങളും ആത്മാക്കളും ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ നിമിഷങ്ങളിൽ ഏറ്റവും ആശ്വാസപ്രദനാകുന്ന വിശുദ്ധാത്മാവിനെ തന്ന ഈ ശുശ്രൂഷകളെ പൂർത്തീകരിപ്പാൻ അടിയങ്ങളെയും ഭവനത്തെയും ബലപ്പെടുത്തണമേ. പ്രത്യേകിച്ച് മാതാപിതാക്കളെയും പ്രിയ സഹോദരങ്ങളെയും പ്രിയപ്പെട്ട അതിൻ്റെ ദാസിയെയും കുഞ്ഞുങ്ങളെയൊക്കെ അവിടുത്തെ കൃപയിൽ താങ്ങിക്കൊള്ളണമേ. അനുഗ്രഹകരമായ മകനെ ഈ ലോകജീവിതം പൂർത്തീകരിക്കുന്നു. അനുഗ്രഹകരമായ യാത്ര ഞങ്ങളുടെ പരിമിതികളിലും ഈ കാലത്തിന്റെ പ്രതിസന്ധികളിലും നിന്നുകൊണ്ട് ഉചിതമായ ഈ നിമിഷങ്ങളിൽ എന്നോട് കൂടെ ഇരിക്കണം. നേർന്ന വേദനയും പ്രയാസങ്ങളും തമ്പുരാൻ ഹൃദയങ്ങളിൽ
ദൈവമേ, എനിക്കിത് വയ്യ. ഞാനെന്തെല്ലാം ചെയ്യാൻ നിനക്ക് വേണ്ടി ഞാനെന്തെല്ലാം ചെയ്യാൻ? അയ്യോ. അതെ ഇതേ മറിഞ്ഞു കൊണ്ടുവന്നാൽ നിങ്ങൾ ഇവിടെ വരെ വന്ന് കണ്ടു തുടങ്ങി, ഇവിടെ വരെ വന്ന് കണ്ടു തുടങ്ങി. കുറച്ചൊക്കെ തൊടാതെ അങ്ങ് പോയി അങ്ങ് പോയി ഇനി അങ്ങ് പോയിക്കോ. കണ്ടവര് ദയവ് ചെയ്ത് ഈ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. ഇറങ്ങി ഇവിടുന്ന് ദയവ് ചെയ്ത് കണ്ടവര് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയാട്ടെ. നമുക്ക് ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹമായിട്ട് നടത്തേണ്ടതാണ്. ഇനി അവിടെ നിൽക്കണേ, ഇനി അവിടെ നിൽക്കണേ. നമുക്ക് അതെടുത്തു. വളരെ കർശനമായും കൃത്യമായും ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ പാലിക്കണമെന്ന് സ്നേഹപൂർവ്വം നിർബന്ധിക്കുന്നു. സാധാരണ പോലെ നമുക്കിവിടെ അഗതിയിൽ നിൽക്കാൻ സാഹചര്യമില്ല. അങ്ങനെ ആരും നിർബന്ധം പിടിക്കരുത്. വേണ്ടപ്പെട്ടവരും ഭവനാംഗങ്ങളും ഒഴിച്ച് എല്ലാവരും വന്നു മടങ്ങുക. ദയവായി കൃത്യമായി പാലിക്കണമെന്ന് നിർബന്ധത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. അല്പസമയം മാത്രമേ നമുക്കിവിടെ ക്രമീകരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ദയവായിട്ട് ഈ ഗേറ്റിനകത്ത് ഈ വീട്ടുകാരെ ഒഴിച്ച് ഏറ്റവും സാമൂഹ്യ അകലം പാലിച്ച് ഒന്നോ രണ്ടോ പേർ മാത്രമേ അതിനടുത്ത് വരാവൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളെ കുറിച്ചുകൂടെ കരുതിയിട്ടാണ് ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. ഇത് കേൾക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ദയവായിട്ട് അത് കൃത്യമായി ശ്രദ്ധിക്കുക. വാതിക്കൽ നിൽക്കുന്നവരും ആ കാര്യം ശ്രദ്ധിക്കണം. ചുമതലപ്പെട്ടവര് ദയവായി കണ്ടവർ ഭവനത്തിൽ നിന്ന് മടങ്ങണം, റോഡിലേക്ക് മടങ്ങണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ദേവാലയം ഈ ഭവനത്തിന് മുറ്റത്ത് നിൽക്കുന്നവരും നിങ്ങൾ ഈ കാലത്തിന്റെ സാമൂഹിക അകലം പാലിച്ച് കൃത്യമായി നിൽക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അവരെ പറഞ്ഞു പുത്തൂർ CSI ഇടവകയുടെ ബഹുമാനപ്പെട്ട ജേസനസിനെ സമയത്ത് പ്രാർത്ഥിക്കും. ഈ വിലാപഭവനത്തിലേക്ക് കടന്നു വരുവാനും ദുഃഖാർദ്ധരായിരിക്കുന്ന കുടുംബങ്ങളെ പ്രാർത്ഥനയാലും സാന്നിധ്യത്താലും ആശ്വാസം പകരുവാൻ വലിയവനാകുന്ന ദൈവം ഒരുക്കിയ അവസരത്തിൽ ഓർക്കുന്നു. പ്രത്യേകിച്ച് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ സകല ബുദ്ധിയെ നൽകുന്ന സമാധാനവും ആശ്വാസവും കുടുംബത്തിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനം പറയുന്നത് പോലെ എൻ്റെ ഭക്തൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. തൻ്റെ ഭക്തൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. കർത്താവിൽ മരിച്ച് കർത്താവ് ഉയർത്തിലേക്ക് നിത്യമാകുന്ന ജീവൻ്റെ ഓഹരിക്കാരനായി തീരുവാൻ ഇഹലോക ജീവിതത്തിലെ പ്രവൃത്തിയും വിശ്വാസവും ഉതകുന്നതായി തീരട്ടെ. അതുകൊണ്ട് തന്നെ PSRലൂടെ ഈ സമൂഹത്തിനും സഭയ്ക്കും കുടുംബത്തിനും ലഭിച്ച
നല്ല മാതൃകകളും നല്ല ദൃഷ്ടാന്തങ്ങളും ഇതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ പ്രാർത്ഥനയോടെ ഓർക്കുന്നു. ദൈവനമ്പുരാൻ പറഞ്ഞുവല്ലോ, കർത്താവ് പറഞ്ഞുവല്ലോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. അത് ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല, നിത്യമാകുന്ന സമാധാനമാണ്, സകല ബുദ്ധിയെ കവിയുന്ന സമാധാനമാണ്. കർത്താവിൻ്റെ വലിയ സമാധാനം, ആശ്വാസം ഈ നാടുകളിൽ കുടുംബത്തിന് അവിടുന്ന് പകർന്നു നൽകി ദൈവം എല്ലാവരെയും ബലപ്പെടുത്തട്ടെ, ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്ന് ഞങ്ങളോട് അരുളി ചെയ്ത ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ ഈ നല്ല പകൽ സമയം പിതാവേ ഞങ്ങൾ ഈ കുടുംബാംഗണത്തിനായിരിക്കുന്നുവല്ലോ. പ്രത്യേകിച്ച് വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്ന കുടുംബത്തെ പൂർണ്ണമായും തിരുകരങ്ങളിലേക്ക് സമർപ്പിച്ച നാഥ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ കർത്താവെ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് സങ്കടവും ഏത് സന്തോഷവും കർത്താവ് അവിടുന്ന് അറിയുന്നുവല്ലോ. അങ്ങറിയാതെ ഞങ്ങളുടെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല നാഥ. കഷ്ടമേറ്റം അടുത്തിരിക്കുക, നീ എന്നെ വിട്ടകന്നിരിക്കരുത്, സഹായിക്കുവാൻ മറ്റാരുമില്ലല്ലോ എന്ന് വചനം പറയുമ്പോൾ നാഥായ നാടുകളിൽ അവിടുത്തെ ദിവ്യമാകുന്ന സാന്നിധ്യം ഈ കുടുംബത്തിന്മേൽ അവിടുന്ന് പകർന്നു നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞ നാഥ, ഞങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കേണ്ടതിന് അങ്ങയുടെ സമാധാനവും അങ്ങയുടെ ആശ്വാസവും അങ്ങയുടെ ബലവും ഈ കുടുംബത്തിന്മേൽ അവിടുന്ന് പകർന്നു നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വേർപെട്ടു പോയ ഈ സഹോദരന്റെ ജീവിതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇഹലോക ജീവിതത്തിൽ ഞങ്ങളായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ലഭ്യമായ സ്നേഹം, സൗഹൃദം, കരുതൽ, ബന്ധം എല്ലാം ഞങ്ങൾ അങ്ങയോട് ഓർക്കുന്ന പിതാവേ, അങ്ങ് നൽകി ആ സന്തോഷം കർത്താവിന്റെ സന്നിധി ഞങ്ങൾ ഓർക്കുമ്പോൾ ദൈവമേ, തുടർന്നും കർത്താവിന്റെ ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാൻ അവിടെ ഞങ്ങളെ വീണ്ടും പ്രാപ്തിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷാധികാരികളിലും ദൈവമേ നിരത്തിൽ സാന്നിധ്യം നിറയ്ക്കണമേ, ഒരുമിച്ച് ആശ്വസിപ്പിക്കണമേ. പ്രത്യേകിച്ച് വേർപാടിന്റെ വേദനയിലായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും നിന്റെ സമാധാനം കൊണ്ട് അവിടെ ആശ്വസിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദിവ്യമാകുന്ന സമാധാനം നൽകി എല്ലാവരും ഇവിടുന്ന് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയാൽ നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ ഞങ്ങളുടെ യാതനയും സ്വീകരിക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ ജോബ്സിന്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ അമ്മാമ, പ്രിയ അച്ഛൻ, ജോബ്സിന്റെ കുടുംബം, കുഞ്ഞുങ്ങൾ, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചെറുപ്പകാലം മുതലേ ഈ ഭവനമായിട്ട് അഭേദ്യമായ ബന്ധം, കല്ലുമുട്ടിൽ കുടുംബം എന്ന നിലയിൽ ഞങ്ങൾക്ക് സ്നേഹിപ്പാനും സഹകരിപ്പാനും ഏറ്റവും അടുത്ത ബന്ധമുള്ള കുടുംബാംഗങ്ങളാണ് പ്രിയപ്പെട്ടവരെ. പ്രിയ സഹോദരന്റെ വേർപാട് അറിഞ്ഞപ്പോൾ വളരെ വിഷമമുണ്ടായി. എങ്കിലും കരവായിൽ നിന്ന് ഇവിടെ കടന്നു വന്ന് ഇവരെ കാണുവാനായിട്ട് ദൈവം അവസരങ്ങൾ നൽകിയല്ലോ. കർത്താവ് നമുക്ക് വേണ്ടി ഒരു വീട് ഒരുക്കിയിട്ടുണ്ട്. ആ വീട്ടിൽ ചെല്ലുന്നവരെയും ഇവിടുത്തെ ദുഃഖങ്ങളും ഭാരങ്ങളും വേദനകളും എന്നേക്കുമായി മാറിപ്പോകുമെന്ന് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നു. കൂടാരമായ നിങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കെട്ടിടിയില്ലാത്ത നിത്യഭവനമായി ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് അറിവി എന്ന ദൈവത്തിൽ വായിക്കുന്ന പ്രകാരം ആശ്വാസത്തോടെ പ്രിയ സഹോദരിയും കുഞ്ഞുങ്ങളെയും പ്രിയ ചാനയും മാമിയൊക്കെ ആശ്വസിപ്പിക്കട്ടെ. തൻ്റെ ജന്മ കുടുംബം ജോഫ്രാൻ അവരെയും ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ആശ്വാസം പകരട്ടെ എന്ന് ദൈവസഭയിൽ ഓർപ്പിക്കുന്നു. ഞങ്ങളുടെ കല്ലുമുട്ടിലെ കുടുംബാംഗങ്ങളുടെയും പ്രത്യേകാൽ ഞാൻ ഉൾപ്പെടെ നൽകുന്ന സഭയുടെയും ഞങ്ങളുടെ ചർച്ചക്കാരുടെയും എല്ലാവിധമായ അനുസ്മരണം, പ്രത്യാശയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകളിൽ ഇരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.
നമുക്ക് വളരെ പരിമിതമായ സമയമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ വളരെ കൃത്യമായി ഈ കാര്യങ്ങളിലെ എല്ലാ മാനദണ്ഡങ്ങളും നാം പാലിക്കുന്നു. ഈ നിമിഷം വരെയും അതങ്ങനെ തന്നെയാണ് പാലിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ വകുപ്പിന്റെ ചുമതലപ്പെട്ടവരും ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ ഈ കാര്യങ്ങൾക്ക് നമ്മെ പിന്തുണയ്ക്കുകയും ആ കാര്യങ്ങളിൽ നമ്മെ വളരെ സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവരെ ബഹുമാനിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ നാം പൂർണ്ണമായും പാലിക്കുകയും ചെയ്യണം. ഈ സമയത്ത് ഇവിടെയുള്ള ആളുകൾ ഭവനത്തിൽപ്പെട്ടവരും ഈ കുടുംബവുമായി ചേർന്നവരും ഒഴിച്ച് ബാക്കി ആരും മൃതശരീരം കണ്ട് ഇവിടെ നിൽക്കരുത്. പുഷ്പചക്രങ്ങൾ സമർപ്പിക്കാനും അന്തിമോപചാരങ്ങൾ അർപ്പിക്കുവാനും ഒക്കെ മൃതശരീരത്തിൽ നേരിട്ട് നമുക്ക് അവസരമില്ല. ഹൃദയം കൊണ്ട് പ്രിയപ്പെട്ട ജോബ്സിന് നമുക്ക് യാത്ര പറയാം. അതൊക്കെ ഇവിടെ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ ഭവനത്തിലെ ശുശ്രൂഷ നടത്തി ദേവാലയത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അധിക സമയം നമുക്ക് വൈകിക്കാനില്ലല്ലോ. പ്രത്യേകിച്ച് കഴിഞ്ഞ നാളുകളിലൊക്കെ രോഗാവസ്ഥയിലും അല്ലാതെയും ഒക്കെ പ്രിയപ്പെട്ട ജോബ്സിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. ഒരുപാട് സ്നേഹവും കരുതലും ഒക്കെ ഈ കാലത്തിനും പുത്തൂരിനും ഇടവകയ്ക്കും ദേശത്തിനും താൻ ഇടപെട്ട എല്ലാവർക്കും നൽകി അദ്ദേഹം മടങ്ങിയിരിക്കുന്നു. ദൈവ നിശ്ചയമെന്ന് ആശ്വസിക്കാനും സ്വയം ബലപ്പെടുവാനും ഇടയാകട്ടെ. വന്ന് കാണുന്നവരും അല്പം അകലെ നിന്ന് വന്ന് കണ്ട് മടങ്ങേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. യെരൂശലേമൻ ഇമ്പവിടെ ഇപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോൾ ഇങ്ങൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോൾ ഇങ്ങൊഴിയും. ഭക്തരിൻ ഭാഗ്യസ്ഥലമേ പരിമളസ്ഥലം നീ. ഭക്തരിൻ ഭാഗ്യസ്ഥലമേ പരിമളസ്ഥലം നീ. ദുഃഖം വിചാരം പ്രയത്നം നിൻകരങ്ങളിൽ. ദുഃഖം വിചാരം പ്രയത്നം നിൻകരങ്ങളിൽ. രാവുമന്ധകാരമേൽ ശീതവും മാറ്റം പുറപ്പെടുന്നു. ഈ പ്രേമിലാണ്
അരികിൽ കണ്ടേടും പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടേടും ശ്രേഷ്ഠനടക്കാവുകളും തോട്ടങ്ങളും ഭവനത്തിലെ അവസാനത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ സ്നേഹപൂർവ്വം നിർബന്ധപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ വളരെ കൃത്യമായ അച്ചടക്കത്തോടെയൊക്കെയാണ് ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. അത് കൃത്യമായി പാലിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ ഭവനത്തിന്റെ മുറ്റത്ത് ദയവായി പ്രിയപ്പെട്ടവരൊഴിച്ച് ആരും നിൽക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ശുശ്രൂഷ സമയത്ത് മറ്റ് ശ്രദ്ധകൾ ക്രമീകരണം ഉണ്ടാകരുത്. വളരെ വേഗം ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് നമുക്ക് 10 മണി കഴിയുമ്പോഴേക്കും ദേവാലയത്തിലേക്ക് പോവുകയാണ്. ഇതിനേക്കാൾ കുറെ കൂടെ കൃത്യമായ നിർദ്ദേശങ്ങൾ ദേവാലയത്തിൽ ക്രമീകരിക്കേണ്ടതുണ്ട്. അതിനെ തുടർന്ന് പറയാം. കാര്യങ്ങളെല്ലാം പാലിക്കണം. പ്രത്യേകിച്ച് ഈ പ്രിയപ്പെട്ട സഹോദരന്റെ അന്തിമ യാത്രയ്ക്ക് ഒരുപാട് ജനക്കൂട്ടം ഇവിടെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഈ കാലഘട്ടത്തിന്റെ പരിമിതികൾ എല്ലാവരും മാനിക്കുന്നു. മൃതശരീരത്തിൽ പുഷ്പചക്ര സമർപ്പിക്കുന്നവരും ആ പീഠത്തിൽ അല്ലെങ്കിൽ അതിന് ചുവട്ടിൽ മാത്രം വയ്ക്കാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഭവനത്തിലെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. വന്ന് കണ്ട് മടങ്ങണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവേ, രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നാൾ നിൽക്കണമവർ വലഭാഗ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. തന്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. ആദികളോട് രാജാവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. ഞങ്ങളുടെ ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ പാവങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ.
പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദുഷ്ടത ഞങ്ങളെ രക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും കരുണയുള്ള ദൈവമായ കർത്താവേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തൃകൽപ്പന പ്രകാരം നിത്യം പ്രാപിച്ചിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും അദൃശ്യമായ അന്ധകാര സേനകളിൽ നിന്നും ഇവനെ സംരക്ഷിച്ച നീതിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസ്ഥാനത്ത് നേരുവാനും നിന്റെ വിശുദ്ധന്മാരോടൊന്ന് ചെന്നേക്കും വസിപ്പാനും സംഗതിയാക്കണമേ. സംരക്ഷകനാം നാഥ ദേവാ, ഹല്ലേലൂയ ഹല്ലേലൂയ. രാവും പകലും തിരുമുൻപിൽ കേടേൻ പ്രാർത്ഥന നിൻ സവിധം. ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രദ്ധിച്ചിടണമെൻ യാചനയെ. ബാറക്കുമോർ ശുഭഹോല ബോല പ്രോൽ റൂഹോ ഖദീശോ ബലം വാദാമൽ ഓലം ഹൃദയാർന്നോരേ, സൗഭാഗ്യം നിങ്ങൾക്കുത്താരത്തിൻ നാളിൽ ഉൾക്കൊണ്ടോരിലും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും. ബലവാനും മഹാകാരുണ്യവാനും ദയാലുമായ ദൈവം തമ്പുരാനെ, തിരുസന്നിധിയിലേക്ക് നീ അടുത്തിരിക്കുന്നതിനാൽ നിന്റെ പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അടച്ചിരിക്കുന്ന ധൂപം കൈക്കൊണ്ട് സ്വർഗീയ യെരൂശലേമിൽ മോഹനീയ വാസസ്ഥാനങ്ങളിൽ ഇവനെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവൻപാകിയുള്ള മുഖപ്രസന്നതയ്ക്ക് അർഹനാക്കുകയും ചെയ്യണമേ. നുകരുന്നോനു കടും കൈപ്പാണി മരണകാസ വരിക ജവം പോകാമുടയോ നിന്നെ ആരായും നന്നാവോ ദാദൂതൻ ചൊല്ലും നേരം ഭാരം ഘോരം ഖേദകരം കണ്ണീർ കവിളിലൊഴുക്കിക്കൊണ്ടാവോതുന്നു ശാന്തിയോടത്താരത്തോളം തരുവേ ദിവസിക്ക. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. ഞാൻ വൈദേശികരൻ ദൈവം ചൊന്നിടും ആൾവിട്ടുടയോൻ വിട്ടതിനാൽ നിൽക്കാൻ തരമില്ല. പ്രേഷിതരന്നോ ദൈവം ഭാഷിച്ചു ആലയവാസം കൈവെടിയുക വരിക. കർത്താവരുളിയ നാൾ വരെയും ഞാൻ ദേവിയതാകും. മോചനമന്ദിരമേ വാഴ്ക ശുഭം നീ. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. ആർദ്രതയാൽ നാഥ ദൈവ ദാസന്മേ ഗണമേ പുണ്യം നിന്മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായിവനെ. രക്ഷിപ്പാൻ വന്നോൻ വശിഹ നീയൻ സംഗീതം മിത്രം ചാവിനുള്ളിൽ പാതാളത്തിൽ ദീപം. എൻ വേർപാടാസന്നം ഞാൻ നിങ്ങളിൽ നിന്നെപ്പോൾ നീങ്ങും. വേർപാടേകിയ ദൈവത്തെ ഓർത്തന്നെ ഓർപ്പിൻ നിങ്ങൾ. വത്സലരെ ശാന്തിയാവാടി താതന്മാരെ പ്രാർത്ഥിപ്പിൻ. ഞാനിപ്പോൾ ദൈവം ചൊല്ലും സ്ഥാനം നോക്കി പോകുന്നു. ദേവാ നിൻ ശരണെ നിദ്രയിലായോരാത്മത്തെ നിൻ കൃപ ശോഭിക്കും നാളിൽ നിർത്തണമേ വലമായിവനെ. പുണ്യം നിന്മതിമോദയ നാൾ തന്നെ നിർത്തണമേ വലമായിവനെ. മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ആരുടെ
ശരണത്താലേ നിൻ കൃപയിൽ ലോകം നിന്റെ അധികാരം ശ്രീവായ ജീവിതരേ കാത്തൻ മുക്തി മൃതർക്കേക സ്തോത്രം മൃതജീവപ്രദനെ കവറിങ്ങിടുന്നോരെ നിൻ പ്രേക്ഷകതാദർമാനം റൂഹാക്കും ഹാലേലുയ്യ മരമതിനുയരെ കർത്താവേ കള്ളന് കിട്ടിയ നിന്റെ വാരം തുരുത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടിടേണം. ഭവനത്തിലെ ശുശ്രൂഷകൾ പൂർത്തീകരിക്കപ്പെടുന്നു. ഒറ്റ വാക്ക് മാത്രം നമുക്ക് ഈ ഭവനത്തിൽ ഈ ദിവസങ്ങളിൽ വിവിധ തുറകളിൽ നിന്ന് അഭിവന്യ മെത്രാപ്പൊലീത്തമാർ, വന്യരായ വൈദികർ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ബിസിനസ് മേഖലയിലുള്ളവർ, പ്രിയപ്പെട്ട ഈ ഭവനത്തിന്റെ സഹോദരങ്ങളും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് അനേകം ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. അതുമായിട്ടൊക്കെയുള്ള ബന്ധപ്പെട്ട അനേകർ ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുകയും ഇവിടെ വന്ന് അന്തിമോപചാരം അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ദൈവം ഈ പ്രിയ ദാസനെ സ്വീകരിക്കട്ടെ. ഒറ്റ വാക്ക് മാത്രം പ്രിയപ്പെട്ട കുടുംബത്തെ ഓർമ്മിപ്പിക്കുന്നു. 33-ാമത്തെ വയസ്സിൽ നമ്മുടെ കർത്താവ് പോയപ്പോൾ അവസാനമായി പറഞ്ഞു, നിവർത്തിയായി, ഇറ്റ്സ് ഫിനിഷ്ഡ്, എല്ലാം പൂർത്തിയായി. 53 വയസ്സിൽ ഓർക്കുക, എല്ലാം പൂർത്തീകരിച്ച പോകുന്നത്. 100 വർഷം ജീവിക്കുമ്പോൾ ഒരാൾ കൊടുക്കുന്നതിലും അധികം സ്നേഹം കൊടുത്തു, വീടിനും മാതാപിതാക്കൾക്കും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും നാടിനും. ഈ ദിവസങ്ങളിൽ പുത്തൂരും പരിസരങ്ങളിലും പ്രിയപ്പെട്ട ഈ ജോബ്സന്റെ നല്ല മധുരമുള്ള കാര്യങ്ങൾ മാത്രമേ എല്ലാവരും പറയുന്നു. ഒരാൾ പോലും മറ്റൊന്ന് പറയാനില്ല. അപൂർവ മനുഷ്യർക്ക് മാത്രമേ ഇങ്ങനെയുള്ള സുഗന്ധമുള്ള ഓർമ്മകൾ ശേഷിപ്പിച്ച് പാനക്കുള്ളൂ. 90 വർഷം കൊടുക്കേണ്ടത് 53 വർഷം കൊണ്ട് കൊടുത്തു. അത് സ്നേഹമായാലും സഹകരണമായാലും നന്മയായാലും അർഹിക്കുന്ന മനുഷ്യർക്ക് അത് ചെറിയവരെന്നോ വലിയവരെന്നോ വ്യത്യാസമല്ല. ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ എൻ്റെ മനസ്സിൽ വലിയൊരു സ്ഥാനമുണ്ട് ഈ പ്രിയ സഹോദരന്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളാണ് ഒരു കാലത്തും മറക്കുന്നതല്ല. ഈ പരിസരങ്ങളിൽ തലമുറകളോളം ഈ പ്രിയപ്പെട്ട ഈ സഹോദരന്റെ ഓർമ്മകൾ നിലനിൽക്കും. സ്വർഗത്തിലെ ദൈവം നിശ്ചയമായി 2 കരങ്ങളും നീട്ടി ഏറ്റെടുക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നക്ഷത്രഗോളങ്ങൾക്കപ്പുറം ഒരു നാൾ കാണാമെന്നുള്ളൊരു പ്രത്യാശയും എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് മൃതശരീരം ആംബുലൻസിലേക്ക് മാറ്റുകയാണ്. മൊബൈൽ മോർച്ചറിയോടെ തന്നെ അവിടേക്ക് മാറ്റുന്നു. ഇതിന് ക്രമീകരിക്കപ്പെട്ടവർ മാത്രം, PPE കിറ്റ് ധരിച്ചവർ മാത്രം അതെടുക്കും. നമുക്ക് അന്ത്യജീവനം നൽകാൻ ഒട്ടും സാഹചര്യമില്ല. ഇത്രയുമെങ്കിലും ഒന്ന് മുഖം കാണാനും കാര്യങ്ങൾ ഒക്കെ ചെയ്യാനും ഈ നാളുകളിലാണ് നമുക്ക് ഭാഗ്യം കിട്ടിയത്. അതൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് ഹൃദയം കൊണ്ട് പ്രിയ സഹോദരന്റെ ചുംബനം നൽകാം. സമാധാനത്താലേ പോകുവാൻ പ്രിയപ്പെട്ട മാതാപിതാക്കളും പ്രിയപ്പെട്ട കർത്തൃദാസിയും കുഞ്ഞുങ്ങളുമെല്ലാം ഹൃദയം കൊണ്ട് യാത്രയാക്കാം. ദേവാലയത്തിൽ വളരെ കൃത്യമായിട്ട് ഇവിടെ നിൽക്കുന്ന ആരും അങ്ങോട്ട് വരാൻ തുനിയരുത്. 20 പേർക്ക് മാത്രമാണ് പരമാവധി, അത് കുടുംബാംഗങ്ങളിൽപ്പെട്ടവർ മാത്രം. മൊബൈൽ മോർച്ചറിയോടെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. കുഴിത്തലയ്ക്കൽ മാത്രമാണ് മോർച്ചറിയിൽ നിന്ന് മൃതശരീരം മാറ്റുക. എല്ലാ ക്രമീകരണങ്ങളും ദയവായി തരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. ഗവൺമെന്റ് തരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. വലിയ ബഹളങ്ങളോ ഒന്നുമില്ലാതെ ശാന്തമായി നമുക്ക് യാത്രയാക്കാം. ഇവിടെ കൂടെ നിൽക്കുന്ന മറ്റുള്ളവരും ഈ സമയത്ത് ഒരു തിരക്കുണ്ടാകാതെ പുറകിലൊക്കെ നിൽക്കുന്നവര്, പോകാനായിട്ട് ഒക്കുന്നവർ പോയാട്ടെ. ഏറ്റവും പ്രിയപ്പെട്ടവർ മാത്രം, അതുകൊണ്ട് PPE കിറ്റ് ധരിച്ചവർ മാത്രം ഈ മൊബൈൽ മോർച്ചറി കൈകാര്യം ചെയ്യണം. മറ്റുള്ളവർ അകലെ നിന്ന് മാത്രം അന്ത്യജീവനം നൽകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയ ആളുകൾ 20 പേരിൽ താഴെ ദേവാലയത്തിൽ സംബന്ധിക്കണമെന്ന് വളരെ സ്നേഹത്തോടെയും നിർബന്ധത്തോടെയും ഓർമ്മിപ്പിക്കുന്നു.
അരികിൽ വരി തരുവിൻ പ്രാർത്ഥിച്ചിടും. സങ്കട കീർത്തനമൻ പാടിടുവിൻ മൃതിപാദകവാടത്തിൽ ബന്ധിച്ചെന്നെ ഞാൻ വസിച്ച ഭവനമേ, ഞാൻ ജീവിച്ച സമൂഹമേ, എന്റെ ബന്ധുമിത്രാദികളെ, യഹോവ എനിക്കായി ഒരുക്കിയിരിക്കുന്ന ആ ഭവനത്തിലേക്ക് ഞാനിതാ യാത്രയാകുകയാണ്. ആ ഭവനത്തിൽ ചെന്ന് എന്റെ നാഥനോട് തുറന്നുവാൻ സ്വർഗത്തിലെ മാലാഖമാർ എന്നെ മാടി വിളിക്കുന്നു. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിനിക്കാൻ നൽകിയ വസതി. ആ ഭവനത്തിൽ ചെന്ന് എന്റെ നാഥനോട് തുറന്നുവാൻ സ്വർഗത്തിലെ മാലാഖമാർ എന്നെ മാടി വിളിക്കുന്നു. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിധിയോ നാഥ
ഞങ്ങൾ
കർത്താവേ, തിരുനാമത്തിൽ ഭവനത്തിലെത്തുന്നതുവരെ ഇതിന്റെ ദാസൻ കോട്ടയും സഹായമായി മാറാകണമേ. അവിടെ ഇവന് ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടങ്ങളും വിസ്മരിക്കുവാനും സംഗതിയാക്കണമേ. കർത്താവേ, ആരാധനായി ഞങ്ങളെല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി നിർത്തുമാറാകണേ. വെളിപ്പുള്ള മാർഗ്ഗവും പാപകൃതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകളുടെ വിജയമാകാത്ത സമാധാനപരമായ ഞങ്ങൾ അനുഭവിക്കുവാനിടയാക്കണമേ. കർത്താവേ, കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനരായിരിക്കുന്നവർക്ക് മുഖപ്രസന്നത നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്നവർക്ക് സ്ഥാനം അവരവരുടെ ആവശ്യാനുസൃതി സർവപ്രത്യാശയമായതുകൊണ്ട് അവരുടെ മുഖത്ത് നിന്ന് കണ്ണീരും ദുഃഖവും നീക്കളയുമാറാകണമേ. ദൈവമേ, നിന്റെ വശമാണ് പ്രത്യാശയുള്ള മുൻകൂട്ടി നിന്റെ നിവേടങ്ങളിലേക്ക് യാത്രപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും ഗുരുക്കന്മാർ ഞങ്ങളെല്ലാവരെയും വിശ്വസിക്കുന്ന നിന്റെ കൃപയാൽ ഭാഗ്യപരമായ വിശുദ്ധന്മാരോടുള്ള ആശ്വാസം നൽകുമാറാകണമേ. ആ പ്രത്യക്ഷതയിലെ കർത്താവെ അവശേഷിക്കുന്നവരുമായ രക്ഷിതരും അവിടുത്തെ കർത്തൃത്വത്തിന്റെ ദാസരുമായി ഞങ്ങളെല്ലാം ആദ്യമായ നിന്റെ ഏകജാതിയെ വിശുദ്ധമായ സുഖം ചെയ്യണമേ. നിന്റെ കർത്തവ്യപ്രകാരം ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചുക്കളുടെ കഠിനബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യരുമായ ശത്രുക്കളുടെ അദൃശ്യകരണത്തിൽ നിന്നും ഈ ആത്മാവ് രക്ഷിക്കപ്പെടുന്നതാകണമേ. ഞങ്ങളുടെ കർത്താവ് ഈ ആത്മാവ് യാത്ര ചെയ്യുന്ന പരിശുദ്ധന്മാരുടെ ഞങ്ങളിലുള്ള മഹാകരണയാൻ സംഖ്യയാക്കുകയും ചെയ്യണമേ. ദിവസം പരിദേവന ദിവസം കടുദിവസം നാഥ നൽകണമാശ്വാസം സ്നേഹതനതകീടായ വിവചനം ക്രിയാൽ നിറവേറി തുണനാഥാജയികാമുറ്റോർക്കായി കഷ്ടപ്പെടുവാനും നാശകനാമൃതിയെ ചൊല്ലിക്കരയാനും നാവുകളിലെല്ലാം സ്തോത്രം കർത്താവേ, നിന്നാൽ മൃതരേരും സ്വർഗം നേടിയിടും സ്തോത്രം പാടിയിടും. മക്കൾക്കേകിയ കാസാമൃതിപാനീയത്തിനു കൈപ്പേറും പാനം ചെയ്വാനാദാമിൻ ആത്മചരിത മുറയായി കൈ പരിസനായ പൗലോസ്ലീഹ കോരിന്തർ ഹൃദയാവധാനങ്ങൾ
നീതിയുടെ ഹൃദയത്തെ ഉണർത്തി നിങ്ങൾ പാപം ചെയ്യരുത്. ചില ആളുകൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലാതിരിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കാനായിട്ടാകുന്നു ഞാൻ പറയുന്നത്. നിങ്ങളൊരുവൻ മരിച്ചവർ എങ്ങനെ പുനരുത്ഥാനം ചെയ്യുമെന്നും ഏത് ശരീരത്തോടുകൂടി അവരും വരുമെന്നും ചോദിച്ചേക്കാം. പോഷ നീ വിതയ്ക്കുന്ന വിതക്ഷയിക്കുന്നില്ലെങ്കിൽ മുളയ്ക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാൻ പോകുന്ന ശരീരമല്ല, ഗോതമ്പിൻ്റെയോ യവത്തിൻ്റെയോ മറ്റേതെങ്കിലും ധാന്യത്തിൻ്റെയോ ഒരു മണി മാത്രം. എന്നാൽ ദൈവം തന്നെ ഇഷ്ടമനുസരിച്ച് ഓരോ വ്യക്തിനും അതിൻ്റെതായ ആ ശരീരം നൽകുന്ന എല്ലാ ശരീരവും ഒന്നും പോലെയല്ല. മനുഷ്യന്റെ ശരീരം എന്ന മൃഗങ്ങളുടെ ശരീരം മറ്റൊന്ന്, പക്ഷികളുടെ ശരീരം വേറൊന്ന്, മത്സ്യങ്ങളുടെ ശരീരം വേറൊന്ന്, സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുണ്ട്. എന്നാൽ സ്വർഗീയരുടെ തേജസ് ഒന്ന്, ഭൗമിയുടെ തേജസ് മറ്റൊന്ന്, സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റെ തേജസ് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടെ തേജസ് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. അപ്രകാരം തന്നെയാവുന്നു മരിച്ചവരുടെ പുനരുദ്ധാനം. വിതയ്ക്കപ്പെടുന്നു, അനശ്വരത്തിൽ ഉദ്ധാനം ചെയ്യുന്നു. ഹീനമായി വിതയ്ക്കപ്പെടുന്നു, മതത്തോടെ ഉദ്ധാനം ചെയ്യുന്നു. ബലഹീനതയോടെ വിതയ്ക്കപ്പെടുന്നു, ബലിഷ്ഠതയോടെ ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ആദ്യ മനുഷ്യനായ ആദാം ജീവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവുമായി. എന്നാൽ ആദ്യം ആത്മീയനല്ല, ഭൗതികനാണ് ഉണ്ടായത്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ട് ഉണ്ടാക്കപ്പെടുവനും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായും കർത്താവുമാകുന്നു. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയിരിക്കുന്നു അങ്ങനെ തന്നെയാകുന്നു ഭൗമികരും. സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും സ്വർഗീയരും. ഭൗമികന്റെ സാദൃശ്യം അന്തരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യം അന്തരിക്കും. എന്നാൽ എൻ്റെ സഹോദരന്മാരെ, ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അർഹിക്കാവുന്നതല്ല, നശ്വരമായതിന് അനുസൃതി അർഹിക്കാവുന്നതല്ല എന്ന് ഞാൻ പറയുന്നു. ഇതാ ഞാനൊരു ദിവസം നിങ്ങളോട് പറയുന്നു, നാം എല്ലാവരും നിദ്ര പ്രാപിക്കില്ല. അവസാന കാലം ഊതുമ്പോൾ കണ്മിക്കുന്ന വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയമായി പുനരുദ്ധാനം ചെയ്യുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്നാൽ നശ്വരമായത് അനുസൃതിയും അർത്ഥമായത് അമർത്ഥയും തിരികാൻ പോകുന്നു. ആമിന. ഹായ് ബാറക്കുമോ. പ്രീതിപ്പെട്ടിടണമേ അടിയാരിൽ ഏറും കൃപയാലിവനെ രക്ഷിക്കാം. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമാകുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോൻ ലോകത്തിന് ജീവൻ രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗനാകുന്ന വിശുദ്ധനായ യോഹാനോൻ ശ്രീ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് സബനോക്കിൽ നോറാനു സേതമോർണാലോഹാൻ ഫോറോക്കോദിലാനെ ശുമശിഹോ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നവയെ പ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തൻ്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവന് വരിയായിട്ടുള്ള പ്രവൃത്തികളെ അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ജീവിച്ച് തിരിച്ചു ജീവിക്കുന്ന പോലെ തന്നെ പുത്രനും തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിപ്പാനായിട്ട് പിതാവിനും ഇത് നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവർ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് എത്തിയതിനുണ്ട്. അവൻ ന്യായസ്ഥാനത്തിൽ ഉൾപ്പെടാതെ മരണം വിട്ട ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, വാങ്ങിപ്പോയവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന ആ സമയം വരുന്നു. അതേപോലെ തന്നെ എന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടായിരിക്കാൻ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധിയും കൂടി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. ശവക്കലറുള്ള ചെയ്യുന്നവരെല്ലാവരും ശബ്ദം കേട്ട നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുദ്ധാനം ചെയ്യുന്ന ആ സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട എന്ന് താൻ അവരോട് കൽപ്പിച്ചരുളി ചെയ്തു. പാറക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. ബറക്കുമോർ നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറേലായി സോനം നേറ്റിയൊല്ലണം. ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനും മരണത്തിന്റെയും വിയോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജടങ്ങളുടെയും ദൈവമായ മശിയാമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകും നിന്നിൽ വിശ്വസിക്കുന്നവനും നിത്യജീവനുണ്ടവൻ ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട ജീവനിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് അരുളി ചെയ്തവനായ മശിയാതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
മരിക്കുന്നവന്റെ മരണഗതി കാലിൽ തുടങ്ങി തലവരെ എത്തുന്നിടയ്ക്ക് അവന്റെ മനസ്സ് അനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ജ്ഞാനസമ്പൂർണ്ണമായ തന്റെ വ്യാപാരത്താൽ കൽപ്പിച്ച് ക്രമീകരിച്ചവനാ മെശിയാമ്പ്രാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ ക്രിസ്തായുടെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സംരക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നീ രക്ഷിച്ച് സ്വർഗീയ യെരൂശലേമിൽ എത്തിക്കുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരോട് ഒരുമിച്ച് നിന്റെ പിതാവിന് പരിശുദ്ധമായി സ്തുതിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുദ്ധാനത്തിന്റെ പ്രകാശരശ്മികളാൽ ഞങ്ങൾ എല്ലാവരുടെ ആത്മാക്കളെ പ്രശോഭിക്കണമേ. നാം 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ഏറ്റുചൊല്ലണം. പുകിടമതിവീരൻ തന്നധികാരം ചെയ്യും വിസ്മയമാശയം ദൂതന്മാർ ചേരും. മർദ്ദമറിയാതൻ സോദരനാകുള്ളവോ സർജിഞ്ഞെന്നാലും ജീവൻ കൽപ്പിച്ചോൺ നീ ചെന്നപ്പോൾ യായിറോ സുതജീവി ചന്മൃതരന്ത്യത്തിൽ ജീവിക്കുന്നിന്ന പനത്താൽ മൃതസങ്കേതേ മൺമേന ആദാമോടെ നിയമം തള്ളിയ മൺമേനെ ഖേദി കേണ്ട നീ മൃതിയും ജീവനമേ കീടും ദൈവസുതൻ ഞാനെന്നോ ദിയ ബഹുൽവാനാം സ്വർഗി സ്തുത്യൻ ചാതുര്യത്തോട് ഭുവനത്തെ മരണനുക ബന്ധിച്ചൊരു വിജ്ഞാന സൃഷ്ടാവുണ്ടാകും. പദവികളിൽ നിന്നും ഭീകരരാകും വിധികർത്താക്കളെ ഭരണത്തിൽ നിന്നും നീക്കുന്നു തൃപ്പ വനതനോടുമേ ഒരു വിശ്വാസികൾ മുതലേറ്റിടുമേ ധൂപ താൽപുണ്യം ജീവ ദൈവികമാം വലഭാഗ അവർ നിലകൊണ്ടങ്ങി സ്തുതി പാടിയിടട്ടെ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനായിട്ട് ഒരുവാനിരിക്കുന്നവനും കർത്താവേ തിരുനാഥേ, സ്തോത്രം ചെയ്യാനായിട്ട് ബന്ധനത്തിൽ നീ ദാസനെ മോചിപ്പിക്കാൻ സ്വർഗീയമാലാമാരും പ്രധാനമാലാമാരും സ്തുതിക്കുന്ന പോലെ വിലയന്മാരും മണ്ണന്മാരുമായി ഞങ്ങൾ സ്തുതിച്ചു പറയുന്നു. എല്ലാ കരുതലാ സമയത്തും ദൈവസ്നേഹം ഭൂമിയിൽ സമാധാനം വന്നിപ്പം മനുഷ്യർക്ക് ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സുഖം നിനക്ക് ഞങ്ങളേറ്റുന്നു. സർവശക്തി പിതാവും സ്വർഗീയ രാജാവും സൃഷ്ടാമാർ ദൈവമാർത്താവേ നിന്നെ യേശുമിശിഹായത്തിനാഥനും ദൈവമാർത്താവേ സുഖാടുകൂടെ നിന്നെ വലിപ്പത്തിൽ നിങ്ങൾ സ്വതന്ത്രം ചെയ്യും. ലോകത്തിന്റെ ഭാഗത്തെ വഹിക്കുന്നതിനും വായിച്ചനുമായുള്ളവേ നിന്റെ ജീവിയാഴ്ചകളുടെ അപേക്ഷയില്ലാണ്ട് എന്നാൽ നീ മാത്രം പരിസരമാകുന്നു. പരിസരഹാട് കൂടെ യേശുമിശിഹ നീ മാത്രം പിതാവ് ദൈവത്തിന് മാത്രം ദിവസങ്ങളൊക്കെ വാഴ്ത്തി വാഴ്ത്തപ്പെട്ടു ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സുസ്നാർത്ഥാവേ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ നാമമാത്രമുള്ള നീ നിയമമാത്രമുള്ള പ്രാബല്യമുണ്ടാകുന്നു. സാലത്തിന്റെ ദൈവം സത്യത്തിന്റെ പിതാവാനെ നിനക്ക് പ്പോൾ ചേർച്ചയാകുന്നു. ആമീൻ. കർത്താവേ, ഞങ്ങൾ പാപികള നിങ്ങളേറ്റ് പറയുന്നു. ഞങ്ങളോട് കണ്ടാണ് മേർധാനം മന്നത്താ ഞങ്ങൾ മരണമായിടുവാനായിട്ട് അതിന്റെ സ്നേഹസ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കൽ തന്നെ ഇറക്കണമെന്ന് ഞങ്ങളോട് കണ്ട ചെയ്യണമേ. ആമീൻ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സരാംശിൽ പിതാവിന്റെ സമത്തുള്ളവനും ശരീരത്തിരുന്ന മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം വെച്ച മനുഷ്യനപ്പെട്ട 3-ാം ദിവസം ഉയർച്ച നിന്റെ സ്രോതത്തിലേക്ക് കയറി തന്റെ പിതാവിനോട് ഞങ്ങൾ വിശ്വസിക്കുന്നു. പുറപ്പെട്ട പിതാവിനോട് പുത്രനോട് നിൽക്കട്ട സ്ത്രീപ്പെടുന്ന നിവന്മാർ വിശ്വസിക്കുന്നു. പാപമോസ്വരങ്ങൾ മാത്രം ഏറ്റു പറഞ്ഞ മരിച്ചുപോയവരുടെ ഏർപ്പിനും ഒരുപാട് പുതിയനുമായി ഞങ്ങൾ പാർക്കുന്നു. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഭൗതിക ശരീരം സംസ്കരിക്കുന്നതിലേക്ക് സെമിത്തേരിയിലേക്ക് എടുക്കുന്നു. ദയവായി ശ്രദ്ധിക്കുക. മൃതശരീരം സംസ്കരിക്കുന്നതിനായി കൊണ്ടുപോകുന്നു. സെമിത്തേരിയിലേക്ക് PP കിറ്റ് ധരിച്ചവർ മാത്രമേ പോകാവൂ എന്ന് ആരോഗ്യ വകുപ്പിന് വേണ്ടി ഈ സമയത്ത് അറിയിക്കുന്നു.
കിസേലോട്ടേക്ക് കിസേലോട്ടേക്ക് ഇതൊക്കെ നിനക്കാണ്. നീ മണ്ണാവുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് അരുളി ചെയ്ത പ്രകാരം ഇതാ തിരുവിഷ്ടം ഈ ദാസനിൽ നിറവേറിയിരിക്കുന്നു. അല്ല, അങ്ങനെ കയറ്റാൻ പറ്റുന്നില്ല. ഇവിടെ കെട്ട ഈ മൂല കയറ്റി, ഈ അട്ട കയറ്റി, ഈ അട്ട കയറ്റി. അല്ല, ഇങ്ങനെ അടിച്ചാൽ മതി, ഇങ്ങനെ അടിച്ചാൽ മതി. ദൈവം വിജയം ഭക്ഷിച്ചും വേറും
ഞങ്ങളെല്ലാവരെയും ശരീരങ്ങൾ ആത്മാക്കളും ശരീരമായിട്ട് നിർമ്മിച്ചതുമാണ്. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി കർത്താവേ. നിനക്ക് പറയാനും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ, ഞങ്ങളുടെ ശുശ്രൂഷകളെ നീ അംഗീകരിക്കണമേ. ഞങ്ങളുടെ സഹായത്തിനോടെ ഞങ്ങൾ ചേർത്ത് പാവരികാരം നൽകണമേ. സത്യവിശ്വാസത്തോടെ നിങ്ങളുടെ അവസരത്തിൽ പ്രകാശിച്ചിരിക്കുന്ന ഈ ദാസനെ പാവരികാരം നൽകുകയും ചെയ്യണമേ. ഇന്നേ ദിവസത്തെ വിശ്വാസത്തോടെ ജയിപ്പിക്കണമേ. കൂടി ക്രിസ്ത്യാനി വിധമായ പ്രകാശിക്കുന്ന ഈ മഷികാലത്തിനെ ദൈവത്തിന്റെ നിർമ്മലമായ കൃപകൾ അംഗീകരിക്കുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടി അവരുടെ കരുണയോടെ പ്രാർത്ഥിക്കാം. വത്സല സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിക്കുകയും അന്യോന്യം ധൈര്യപ്പെടുത്തുകയും മരിച്ചവർ സംസ്കാരിക്കണം പ്രാർത്ഥിക്കുകയും തന്റെ കന്യാ കർത്താവേ ആദ്യം മറുപടി ധരിച്ച എന്റെ ഗ്രാമനെ അനുഗ്രഹിക്കപ്പെട്ടവരെ വ്യാപാരത്തിനുണ്ട് സ്വരാജ്യം അനുഭവിച്ചു വരുന്ന അറിയിച്ചിരുന്ന സന്തോഷപ്രകാശത്തിൽ കേൾപ്പാൻ ദൈവം നിങ്ങൾക്കും സംഗതിയാകട്ടെ. നിങ്ങളുടെ തന്റെ ശബ്ദത്തിൽ പ്രാപിച്ചിരിക്കുന്ന മഷികാരുടെ ദാസന്റെ പാപവും കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവിനെ എന്റെ വർത്തമാനത്തിൽ വിളിച്ചുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്തതിനും കൂടാനും കർത്താവ് സ്ഥാപിച്ച സ്ഥാനത്ത് എന്റെ വാസം ആനന്ദമായി തീരുമാറാകട്ടെ. ദൈവമാതാവാൻ അറിയാമെങ്കിൽ സർവശക്തന്മാരുടെ പ്രാർത്ഥനയെ അസംഖ്യസഭയിലും ഈ ഭൗമിക സഭയിൽ വിവരാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം തന്റെ ശബ്ദത്തിൽ മേൽ പ്രകാശിച്ചിരിക്കുന്ന അവരുടെ ദാസന്റെ ആരാധനയുമായവനെ കൃപയോടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മേൽ ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ സംസ്കാര സുവിശേഷം സംബന്ധിച്ച നമ്മളെല്ലാവരെയും ദൈവം നമ്പരാനുമായിട്ട് കുറ്റപ്പെടുത്തുമാറാകട്ടെ. ദൈവമാർഗം നിങ്ങൾക്ക് വിശ്വാസികളായ സർവ്വരെ ദൃഢാത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ. കുറ്റപ്പെടും ഗൗരവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കപ്പെടണം, അംഗീകരിക്കപ്പെടുന്ന ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പരിശുദ്ധമായ സംസ്കൃതവാസം ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ വാങ്ങിപ്പോയ ദാസന്റെ ആത്മാവിനെ എപ്പോഴും ദൈവത്തിന്റെ കൃപയാൽ ഈ ശുശ്രൂഷ അനുഗ്രഹകരമായി പൂർത്തീകരിക്കപ്പെട്ടു. അതിനായി ജീവിതാവസരങ്ങളെ സ്വപ്രാച്യം മറ്റ് ശ്രേഷ്ഠ വൈദികർ എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിലെന്ന് പറയുന്നു. പരിമിതികളെയും പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിച്ച് പരമാവധി ആളുകൾ സാമൂഹ്യ അകലം പാലിച്ച് ഇക്കാര്യങ്ങളിൽ ഭവനത്തിലും ദേവാലയത്തിലും ഒക്കെ സംബന്ധിച്ചു. എല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. ദേവാലയത്തിനുള്ളിൽ ഒരു വാക്ക് പറയാനുള്ള സാഹചര്യം ഇല്ലാതിരുന്നതും ഒരു വാക്ക് ഓർമ്മിപ്പിക്കട്ടെ. ഈ ഇടവകയ്ക്ക് വേണ്ടി ഈ പ്രിയ കർത്തദാസൻ ശ്രീ ജോബ്സൺ ചെയ്ത നന്മകളെ കുറിച്ച് ധാരാളമായി ഞാൻ കേട്ടിട്ടുണ്ട്. ഇടവാങ്ങൾ ഏറെ സന്തോഷത്തോടെ പറയാറുണ്ട്. ഏറെ 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 നന്മകളുടെ ഒരു മനുഷ്യൻ. ദൈവം തൻ്റെ നിയോഗങ്ങളെ പൂർത്തീകരിച്ച പ്രായത്തിൽ തന്നെ തിരിച്ചു വിളിച്ചിരിക്കുന്നു. ഇടവയ്ക്ക് വളരെ വളരെ ദുഃഖവും പ്രയാസമുള്ള നിമിഷങ്ങളിലൂടെ കടന്നു. ഇടവയ്ക്ക് വേണ്ടി അദ്ദേഹം ഇടവയുടെ മാലിന്യ അംഗമായി പലകാലങ്ങളിൽ സേവനം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ സമയത്ത് ഓർത്തു. സാഹചര്യവശാൽ ഇടവകയുടെ പരിശോധന സുഖമായുള്ള ചരിത്രവും വിവിധ പ്രസ്ഥാനത്തിൻ്റെ ആരാധനകളും ഒക്കെ കല്ലറയിൽ മാത്രമേ അറിയിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഈ ശുശ്രൂഷകളിൽ അഭിനന്ദനാക്കുന്ന പ്രത്യേകിച്ച് അഭിനന്ദ അലക്സിയോസ് മാറിയോസേവിസ്തരനായി മാർത്തോമാ സഭയുടെ കൊട്ടാരത്തിലുള്ള മറ്റ് വിവിധ സഭാ വൈദികർ എല്ലാവരും വന്ന് സംബന്ധിച്ചു. ഇടവാംഗങ്ങൾ, മറ്റു പ്രിയപ്പെട്ടവർ, വൈദിക ശ്രേഷ്ഠർ, ബിസിനസ് മേഖലയിലുള്ളവർ, അതുപോലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ജനപ്രതിനിധികളൊക്കെ വന്ന് സംബന്ധിച്ചു എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട സഹധർമ്മിണിയെയും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും ആ മാതാപിതാക്കളെയും പ്രത്യേകം ഓർക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർക്കുന്നു. പ്രത്യേകിച്ച് ഏഞ്ചൽസിന്റെ മൊബൈൽ മോർച്ചറി വിഭാഗത്തോട് വളരെ സന്തോഷത്തോടെ വളരെ കൃതജ്ഞതയോടെ നന്ദി പറയുക. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം നിർവഹിച്ചു വരുന്നു. അതുപോലെ മറ്റു ക്രമീകരണങ്ങളൊക്കെ ചെയ്ത എല്ലാവരുടെ പ്രധാന ശുശ്രൂഷ, അതുപോലെ മറ്റു പ്രിയപ്പെട്ടു എല്ലാവരോടും ഭവനത്തിന് വേണ്ടി നന്ദിയല്ല കടപ്പാട് തന്നെ അറിയിക്കുന്നു. തുടർന്ന് പ്രാർത്ഥനയിൽ എല്ലാവരും ഓർക്കണമേ. ഇവരുടെ കണ്ണുകളിലെ കണ്ണുനീര് നഗരാനത്തികളെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കായിക സംഘത്തോടും ഒക്കെയുള്ള സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ മേന്മയിൽ തന്നെ ഓർക്കുമെന്ന് ഇവിടെ സഹോദരങ്ങളോട് പറയുന്നുണ്ട്. എപ്പോഴും പ്രാർത്ഥനയിൽ നമ്മൾ ഓർക്കണം. അനുഗ്രഹിക്കട്ടെ. സമാപിച്ചു.
ഇത്